വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു തേങ്ങാ ചട്നിയാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ 4 കാശ്മീരി ചില്ലി ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ 2 വറ്റൽമുളക് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാള കനം കുറഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റുക. ഇനി 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന മുളക് മാത്രം എടുത്ത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു പിടി നാളികേരം ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തതെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കുറഞ്ഞ ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഈ ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുത്ത് 2 വറ്റൽ മുളകും കറിവേപ്പിലയും പിന്നെ അരപ്പും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.